പോലെ ഒരാൾക്ക് നമ്മുടെ കുരുമുളക് രസത്തിൻ്റെ റെസിപ്പി വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് വേണ്ടേ? അപ്പോൾ ഇന്ന് നമുക്ക് കുരുമുളക് രസം ഉണ്ടാക്കിയിട്ട് നോക്കാം. ഉണ്ടാക്കി നോക്കിയാലോ എങ്ങനെയാണ് കുരുമുളക് രസം ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ എത്ര വലുപ്പത്തിന് മതി നമുക്ക്. പുളി ഒത്തിരി കൂടിപ്പോകരുത്, ഭയങ്കര പുളിയായിപ്പോൾ. എന്നിട്ട് ഇത് ഏതെങ്കിലും ഒരു പാത്രത്തിൽ വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വയ്ക്കുക. അപ്പോൾ നമുക്ക് പുളി വെള്ളം റെഡി. വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 7-8 അല്ലി എടുത്തോളൂ കേട്ടോ. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുക്കുന്നത് നല്ലതാണ്. ഇഞ്ചി കുറച്ച് എടുത്താൽ മതി, ചെറിയ കഷ്ണം മതി കേട്ടോ ഇഞ്ചി. ഒരു 3-4 അല്ലി വെളുത്തുള്ളി അല്ല ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി കുരുമുളക് കൂടി നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടിച്ചതാണെങ്കിൽ ഇതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുരുമുളക് കൊണ്ട് അത് ഓർത്തിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് മല്ലിപ്പൊടി ഇല്ലേ, ഉലുവപ്പൊടിയില്ല. അപ്പോൾ നമുക്ക് കടു വറുക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കും. പാത്രം വെച്ച് അതിലിനി പാത്രം ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ച് കടു പൊട്ടിച്ച് ഉലുവയൊക്കെ പൊട്ടിയേ ഇനി നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് മൂക്കണം, നല്ല ഗോൾഡ് കളറാവണ വരെ ഇളക്കാം. ഇതേ നമ്മുടെ സംഭവം എല്ലാം ഏകദേശം മൂത്ത് തുടങ്ങി. ഈ സമയത്ത് നമുക്ക് എന്തിട്ട് കൊടുക്കാം? പൊടി ഇട്ട് കൊടുക്കാം. പൊടി ഇട്ടിട്ട് കുറച്ച് നേരം വഴറ്റുക. പൊടി കരിഞ്ഞു പോവാതെ നോക്കണം കേട്ടോ. ഈ സമയത്ത് തന്നെ നമുക്ക് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് പൊടി കരിയത്തില്ല. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ നല്ല കുറച്ച് കൊടുക്കണേ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നല്ല മൂത്ത മണം വരും, ഒരു നല്ല അടിപൊളി മണം വരും. പുളിവെള്ളം വീട്ടിൽ കൊടുത്തിട്ടുണ്ട്, പുളിവെള്ളം വീട്ടിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഉപ്പിട്ട് കൊടുക്കാം. കായം കൂടി ഇട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ രസം റെഡി. നമ്മുടെ രസം റെഡി. രസമാണേ, നമുക്ക് ചായ കുടിക്കുന്നത് പോലെ ഞാൻ എന്തിങ്ങനെ കുടിച്ചുകൊണ്ട് നടക്കും. അത്ര ടേസ്റ്റാണ്, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കമൻറ്റ് ഇടുക എന്നിട്ട് എങ്ങനെയുണ്ടെന്ന്.